ഹായ് ഫ്രണ്ട്സ്, ഓഹരിയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് നിഫ്റ്റി ഏകദേശം 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 238 പോയിന്റ്. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 200 പോയിന്റ് ഡൗൺ ആയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഒരു ന്യൂസ് നമ്മൾ നോക്കേണ്ടത് മൂന്നാം ലോക യുദ്ധം അത്ര അകലെയല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് പുതിൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാം ലോക യുദ്ധത്തിന് ഒരു ചുവട് മാത്രം അകലെയാണ് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് പുതിൻ. റഷ്യയും യു എസും നേതൃത്വം നൽകുന്ന സൈനിക സഖ്യമായ നാറ്റോയും തമ്മിലുള്ള ബന്ധം വഷളാകുകയാണെങ്കിൽ യുദ്ധസാധ്യത വിദൂരമല്ലെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പുതിൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നമ്മുടെ നിഫ്റ്റി ആയാലും ഗ്ലോബൽ മാർക്കറ്റ് ആയാലും തീർച്ചയായിട്ടും ഒരു യുദ്ധഭീതിയിലേക്കൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ഒരു ഭാഗവും കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സെൽ ഓഫിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 700 പോയിൻറ്റോളം നിഫ്റ്റി ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 41 സ്റ്റോക്കുകൾ നിഫ്റ്റി 50യിൽ ഡൗണിലാണ്. 9 സ്റ്റോക്കുകൾ പോസിറ്റീവ് മാത്രമാണ് നിൽക്കുന്നത്. ഏകദേശം നിഫ്റ്റിയിൽ 2705 സ്റ്റോക്കിൽ 124 സ്റ്റോക്കുകൾ നെഗറ്റീവിലേക്ക്, അതുപോലെ ലോവർ സർക്യൂട്ടിലേക്കും അപ്പർ സർക്യൂട്ടിൽ 106 സ്റ്റോക്കുകളാണ്. അഡ്വാൻസ് കൂടുമ്പോൾ 750 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവിലുള്ളത്. ഡിക്ലൈൻസാണ് കൂടുതലുള്ളത്. 1857 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് BPCL, സിപ്ല, ബ്രിട്ടാനിയ, ഇൻഡസ്ഇൻഡ് ബാങ്ക് സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. ഒരു യുദ്ധസാധ്യത ഒക്കെ വരുവാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന്